Fluorescence spectroscopy. Fluorescence spectroscopy is also known as spectrofluorometry. And first we will discuss what is fluorescence. The fluorescence is an emission phenomena. So whenever a molecule comes from a high energy state to a lower energy state, it will emit radiation which is known as fluorescence. And this fluorescence for emission is due to the presence of the atom or molecule that fluorescence, that is known as fluorophore. And this fluorescence can be measured by fluorometry. അപ്പോൾ ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി സ്പെക്ട്രോഫ്ലൂറോമെട്രി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പി ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പിട്ട് എന്താണ് ഫ്ലൂറസെൻസ് എന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു മോളിക്യൂള് അതിൻ്റെ ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെയാണ് നമ്മൾ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലൂറസെൻസിന് കാരണമായിട്ടുള്ളത് ഫ്ലൂറോഫോർ എന്ന് പറയുന്ന മോളിക്യൂൾസിൻ്റെ പ്രസൻസ് കാരണമാണ് ഫ്ലൂറസെൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫ്ലൂറസെൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഫ്ലൂറോമെട്രി വെച്ചിട്ടാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് എമിഷൻസ് കാണുന്നുണ്ട്, ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും. The fluorescence is occurs due to when a molecule returns from a higher excited singlet state to the ground state and does not require change in spin orientation, whereas the phosphorescence occurs from a triplet excited state to a ground state and requires change in spin orientation. So there are two types of emissions that occurs in fluorescence. There are fluorescence and phosphorescence. Fluorescence occurs from when a molecule moves from an excited single state to the ground state without any spin orientation, whereas the phosphorescence occurs when an electron returns from a triplet excited state to ground state with a change in spin orientation. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഫ്ലൂറസെൻറ്റ് റേഡിയേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്, ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും. അപ്പോൾ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ അതിൻ്റെ സിംഗ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ് ഫ്ലൂറസെൻസ് എമിറ്റ് ചെയ്യുക. പക്ഷേ ഫോസ്ഫോറസെൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു മോളിക്യൂൾ അതിൻ്റെ ട്രിപ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ് ഫോസ്ഫോറസെൻസ് എമിറ്റ് ചെയ്യുന്നത്. പിന്നെ ഫ്ലൂറസെൻസിന് സ്പിൻ ചേഞ്ചസ് ഒന്നും ആവശ്യമില്ല, പക്ഷേ ഫോസ്ഫോറസെൻസിന് ഇലക്ട്രോൺ സ്പിന്നിൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ബയോളജിക്ക് ഫ്ലൂറോഫോഴ്സ് കാരണമാണ്. ബിക്കോസ് ഓഫ് ദി ഫ്ലൂറോഫോഴ്സ് ഫ്ലൂറസെൻസ് occurs. So the examples of fluorophores are endogenous fluorophores like amino acid, structural protein, enzymes and coenzymes, vitamins, lipids, porphyrins. And exogenous fluorophores include cyanide dyes, photosensitizers, molecular markers, etc. അപ്പോൾ ഫ്ലൂറോഫോഴ്സിൻ്റെ പ്രസൻസ് കാരണമാണ് ഫ്ലൂറസെൻസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഫ്ലൂറോഫോഴ്സ് ഉണ്ട്, എൻഡോജീനസ് ഫ്ലൂറോഫോഴ്സും എക്സോജീനസ് ഫ്ലൂറോഫോഴ്സും. എൻഡോജീനസ് ഫ്ലൂറോഫോഴ്സിൽ വരുന്നതാണ് അമിനോ ആസിഡ്സ്, സ്ട്രക്ചറൽ പ്രോട്ടീൻസ്, എൻസൈംസ് ആൻഡ് കോഎൻസൈംസ്, വിറ്റാമിൻസ്, ലിപ്പിഡ്സ്, പോർഫൈറിൻസ് എക്സെട്ര. എക്സോജീനസ് ഫ്ലൂറോഫോഴ്സിൽ വരുന്നതാണ് സയനിൻ ഡൈസ്, ഫോട്ടോസെൻസിറ്റൈസേഴ്സ്, മോളിക്കുലാർ മാർക്കേഴ്സ് എക്സെട്ര. Next we will look into the instrumentation of fluorescence spectroscopy. It consists of a fluorescent source or excited source, a monochromator, a cuvette, and emission monochromator and a detector. അപ്പോൾ ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പീൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പറയുന്നത്. ഇതിനൊരു എക്സൈറ്റേഷൻ സോഴ്സ് വേണം, പിന്നെ ഒരു എക്സൈറ്റേഷൻ മോണോക്രോമാറ്റർ വേണം, സാമ്പിൾ ഹോൾഡർ അല്ലെങ്കിൽ ക്യുവറ്റ് വേണം, പിന്നെ എമിഷൻ മോണോക്രോമാറ്റർ വേണം, ഒരു ഡിറ്റക്ടർ വേണം. ഇതാണ് ബേസിക് കോമ്പോണൻ്റ് ഓഫ് എ ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി. ഒരു എക്സൈറ്റേഷൻ സോഴ്സ് അല്ലെങ്കിൽ ഫ്ലൂറസെൻസ് സോഴ്സ് വേണം. യൂഷ്വലി സെനോൺ ലാമ്പാണ് ഫ്ലൂറസെൻസ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു എക്സൈറ്റേഷൻ മോണോക്രോമാറ്റർ, അതാണ് ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ആദ്യം കാണുന്നത് എക്സൈറ്റേഷൻ മോണോക്രോമാറ്റർ ആണ്. പിന്നെ ഒരു സാമ്പിൾ ഹോൾഡർ ഉണ്ടാവും, ഒരു ക്യുവറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെയും ഒരു മോണോക്രോമാറ്റർ ഉണ്ട്, അതാണ് പിന്നെയും ഒരു ഗ്രേറ്റിങ്ങും സ്ലിറ്റും കാണുന്നില്ല, അതാണ് എമിഷൻ മോണോക്രോമാറ്റർ. പിന്നെ ഒരു സാമ്പിൾ ഡിറ്റക്ടർ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ പാർട്സ്. ഇപ്പോൾ എക്സൈറ്റേഷൻ സോഴ്സ് ആണ് ഫസ്റ്റ് പാർട്ട്. ദ എക്സൈറ്റേഷൻ സോഴ്സ് gives fluorescent radiation. The fluorescent emission intensity is proportional to the initial excitation intensity and the concentration and size of the element.
Therefore, an intense lamp capable of emitting radiant energy over a large spectral region is desirable. So the excitation sources are xenon lamp, quartz halogen, mercury arc lamp, and lasers. So the first we will discuss about xenon lamp. Xenon lamp provides relatively high intensity radiation energy over the spectra of 250 to 800 nanometer. It is widely used for certain fluorescence application because of its high energy output, stability of lamp flashes, higher ultraviolet and visible spectral outlet. Whereas the lasers are used in highly intense, well focused and essentially monochromatic light is required. So lasers are used when highly intense, well focused and essentially monochromatic light is required. Examples are time resolved fluorometry, flow cytometry, and laser induced fluorometry. So the fluorescent emission intensity is proportional to the initial excitation intensity and the size and volume of the element being measured in the sample cell. അപ്പോൾ ആദ്യത്തെ കോമ്പോണൻ്റ് ആണ് എക്സൈറ്റേഷൻ സോഴ്സ് അല്ലെങ്കിൽ ഫ്ലൂറസെൻ്റ് റേഡിയേഷൻ ഫ്ലൂറസെൻസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂറസെൻ്റ് എമിറ്റ് ചെയ്യുന്നത് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് അതിൻ്റെ ഇനീഷ്യൽ എക്സൈറ്റേഷൻ ഇൻറ്റൻസിറ്റിയും പിന്നെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സൈസ് ഓഫ് ദി വോളിയം എലമെൻറ്റും ആണ്. അപ്പോൾ യൂഷ്വലി എക്സൈറ്റേഷൻ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സെനോൺ ലാമ്പാണ്, പിന്നെ ഹാലജൻ ക്വാർട്സ് ഹാലജൻ യൂസ് ചെയ്യും, മെർക്കുറി ആർക്ക് ലാമ്പ് യൂസ് ചെയ്യും, ലേസേഴ്സ് യൂസ് ചെയ്യും. ഇപ്പോൾ സെനോൺ ലാമ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഹൈ ഇൻറ്റൻസിറ്റി റേഡിയൻ്റ് എനർജി ആയിരിക്കും, ഓവർ റേഞ്ച് 250 to 800 നാനോമീറ്റർ. ഇപ്പോൾ സെനോൺ ലാമ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഹൈ എനർജി ഔട്ട്പുട്ട് ആയിരിക്കും, പിന്നെ സ്റ്റേബിൾ ആയിരിക്കും, പിന്നെ അൾട്രാ വയലറ്റ് ആൻഡ് വിസിബിൾ സ്പെക്ട്രൽ ഔട്ട്പുട്ട് ഉണ്ടാവും. രണ്ടാമത്തെ എക്സൈറ്റേഷൻ സോഴ്സ് ആണ് ലേസേഴ്സ്. അപ്പോൾ ലേസേഴ്സ് യൂസ് ചെയ്യുന്നത് ഇൻറ്റൻസ്, വെൽ ഫോക്കസ് ആൻഡ് എസെൻഷ്യലി മോണോക്രോമാറ്റിക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. Examples of excitation source of lasers are time resolved fluorometry, flow cytometry, and laser induced fluorometry. Next, we require an excitation and emitter monochromator. Two monochromators are used, one for turning the wavelength of the exciting beam and the second for the analysis of fluorescent emission. അപ്പോൾ ഫ്ലൂറസെൻ്റ് സ്പെക്ട്രോസ്കോപ്പിക്ക് രണ്ട് ടൈപ്പ് മോണോക്രോമാറ്ററുമാണ്, എക്സൈറ്റേഷൻ മോണോക്രോമാറ്ററും എമിഷൻ മോണോക്രോമാറ്ററും. ഇപ്പോൾ എക്സൈറ്റേഷൻ മോണോക്രോമാറ്റർ യൂസ് ചെയ്യുന്നത് പിന്നെ എക്സൈറ്റിംഗ് ബീമിൻ്റെ വേവ് ലെങ്ത് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എമിഷൻ മോണോക്രോമാറ്റർ യൂസ് ചെയ്യുന്നത് ഫ്ലൂറസെൻ്റ് എമിഷൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്ലൂറസെൻ്റ് സോഴ്സ് അല്ലെങ്കിൽ എക്സൈറ്റേഷൻ സോഴ്സ് എന്ന് വരുന്ന എക്സൈറ്റേഷൻ വേവ് ലെങ്ത്തിൻ്റെ ട്യൂണിങ്ങിന് വേണ്ടിയിട്ടാണ് പിന്നെ എക്സൈറ്റേഷൻ മോണോക്രോമാറ്റർ യൂസ് ചെയ്യുന്നത്. പക്ഷേ എമിഷൻ മോണോക്രോമാറ്റർ യൂസ് ചെയ്യുന്നത് ഫ്ലൂറസെൻസ് എമിറ്റ് ചെയ്യുന്ന ഫ്ലൂറസെൻസ് റേഡിയേഷൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ്. മോണോക്രോമാറ്റേഴ്സ് ആയിട്ട് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഇൻ്റർഫറൻസ് ഫിൽറ്റേഴ്സ്, കളേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്, ഗ്രേറ്റിങ്സ്, പ്രിസം ഒക്കെയാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. നെക്സ്റ്റ് സാമ്പിൾ ഹോൾഡർ അല്ലെങ്കിൽ ക്യൂബറ്റ്. Same as with spectrophotometer. With spectropluorometers, placement of cuvette and excitation beam. അപ്പോൾ ക്യുവറ്റ് നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിന് യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ക്യുവറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്സ് ആൻഡ് ചാർജ് കപ്പിൾ ഡിറ്റക്ടേഴ്സ് ആണ്. commonly used detectors in spectrophlorometer. ഇപ്പോൾ സ്പെക്ട്രോഫ്ലോറോമീറ്ററിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സ് ആണ് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബും പിന്നെ ചാർജ്ഡ് കപ്പിൾഡ് ഡിറ്റക്ടറും. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി. ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പിൻ്റെ അഡ്വാൻറ്റേജസ് ആവുന്നത് സെൻസിറ്റീവാണ്, ഹൈലി സെൻസിറ്റീവാണ്. അതായത് ഈവൻ ലോ കോൺസെൻട്രേഷൻ വരെയുള്ള സാമ്പിൾസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈലി പ്രിസൈസ് ആണ്, അപ് ടു 1% ഓഫ് പ്രിസിഷൻ ക്യാൻ ബി അച്ചീവ്ഡ്. നെക്സ്റ്റ് ഹൈലി സ്പെസിഫിക് ആണ്. നെക്സ്റ്റ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ. ഈവൻ നോൺ ഫ്ലൂറസെൻറ്റ് കോമ്പൗണ്ട്സ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഫ്ലൂറസെൻറ്റ് ബൈ കെമിക്കൽ കോമ്പൗണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്ന് ഹൈലി സെൻസിറ്റീവ് ആണ്, ചെറിയ എമൗണ്ട് സാമ്പിൾ വരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഹൈലി പ്രിസൈസ് ആണ്, ഹൈലി സ്പെസിഫിക് ആണ്. നോൺ ഫ്ലൂറസെൻറ്റ് കോമ്പൗണ്ട്സിന് വേണ്ടി ഡിറ്റക്ഷന് പറ്റും. റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ഹൈ ആണ്. നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി ഈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ.
and not all compounds are fluorescent and contamination can occur. അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫിക്കേഷന് യൂസ്ഫുൾ അല്ല ഫ്ലൂറസെൻറ്റ് സ്പെക്ട്രോസ്കോപ്പി. പിന്നെ എല്ലാ ഫ്ലൂറസെൻറ്റ് കോമ്പൗണ്ട്സിനെ മാത്രമേ ഇതിലൂടെ അധികം ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എല്ലാ കോമ്പൗണ്ട്സും ഫ്ലൂറസെൻറ്റ് അല്ല. പിന്നെ കണ്ടാമിനേഷൻ ഹൈലി റിഫ്ലക്റ്റ് ചെയ്യും. Applications of fluorescence spectroscopy. It is used in quantitative analysis in chemical and biological sciences to detect environmental pollutants such as polycyclic aromatic hydrocarbon. Next, analytical chemistry for the detection of HPLC flow, TLC plate visualization. Plant pigments, steroids, proteins, naphtholes, etc. can be determined at low concentrations using fluorescence spectroscopy. In biochemistry field, it is used in the analysis of biological molecule, and it is used in the analysis of aromatic amino acids and fluorescent compounds, etc. In the medical field, it is used in the detection of substances in the bloods, and it is used for differentiating malignant, basal and skin tumors from benign. In the pharmacy field, it is used for the analysis of vitamins, catecholamines, other drugs, and to measure the amount of impurities present in the sample. Thank you.